കേരളത്തിന്റെ പൊതു താല്പര്യത്തിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്ന രാഷ്ട്രീയ മനോഭാവമാണോ പ്രതിപക്ഷത്തിനുള്ളത്? ഈ വേറെ ആളെ നോക്കണം എന്നൊക്കെ ഒരു സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ട ഒരു സമര പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പക്വമായ പ്രതികരണമാണോ? പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഏറ്റവും മാന്യമായ പ്രതികരണം, ആ സാഹചര്യത്തിൽ പ്രതികരിക്കാവുന്നതിന്റെ ഏറ്റവും മാന്യമായ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തുകൊണ്ടാണ്? ഇവിടെ ഈ എക്കോ വരുന്നുണ്ട്, ഒന്ന് നോക്കണം. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ, ഇവിടെ 2016 മുതൽ ഈ സംസ്ഥാനത്ത് അധികാരത്തിലുള്ള LDF സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തികമായ പോക്ക് ശരിയല്ല എന്ന് ഞങ്ങൾ പല പ്രാവശ്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടും ഒന്നിലധികം തവണ ഞങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന ധവളപത്രം ഞങ്ങൾ വളരെ കൃത്യമായി തയ്യാറാക്കുകയും അതിനെ സംബന്ധിച്ച് UDF-ലും ഘടകകക്ഷികൾ പ്രത്യേകമായിട്ടും ഒക്കെ ചർച്ച ചെയ്തതിനു ശേഷം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ട് ഇതിനകത്ത് പാലിക്കേണ്ട സാമ്പത്തിക ചെലവുകളെ സംബന്ധിച്ച് ക്രയവിക്രയങ്ങളിലെ മിതത്വത്തെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിലുണ്ടാകേണ്ട കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, അതിലുണ്ടായിട്ടുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും അത് പരിഹരിക്കുവാൻ വേണ്ട നടപടികൾ എന്തൊക്കെയാണെന്ന് സംസ്ഥാന സർക്കാരിനോട് കാലാകാലങ്ങളിൽ ഓരോ സമയത്തും കൃത്യമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും പ്രതിപക്ഷം അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ പ്രതിപക്ഷത്തെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോയി തൻപ്രമാണിത്വവും അധികാരം ഉണ്ട് എന്ന പേരിലുള്ള ധൂർത്തും ധാരാളിത്വവും നടത്തി എല്ലാ അർത്ഥത്തിലും മൂട് വീണ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ ഗതിയില്ലാത്ത രീതിയിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി എത്തിപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ നടപടികളെയും ഞങ്ങൾ യോജിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികളോട് ഞങ്ങൾക്കും വിയോജിപ്പുണ്ട്. അത് ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. UDF-ന്റെ MP-മാർ തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട് അതിൻ്റെ എതിരഭിപ്രായം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല സംസ്ഥാനത്ത് ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. ഈ സംസ്ഥാനത്ത് മാത്രമല്ലോ, നോക്കൂ, ദക്ഷിണേന്ത്യ വേണേൽ മാത്രമായിട്ടെടുക്കാം. കർണാടകയായാലും പിന്നെ ആന്ധ്രയായാലും തെലുങ്കാനയായാലും തമിഴ്നാടായാലും അവിടെയൊക്കെ വികസന പദ്ധതികൾ നടക്കുന്നുണ്ടല്ലോ. അവിടെയൊക്കെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടക്കുന്നുണ്ടല്ലോ. ഇവിടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പരിപൂർണമായും നിലച്ചിരിക്കുന്നു. കാർഷിക മേഖലയിലേക്ക് കൊടുക്കേണ്ട സാമ്പത്തികം കൊടുക്കാൻ കഴിയുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ സാധാരണക്കാരെ, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങും എന്ന് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ നിലയിലും എല്ലാ പ്രതീക്ഷയും അറ്റുകഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ നമുക്ക് പോകാം, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തേക്കാം എന്ന് സാധാരണക്കാരെയും കൂട്ടി ജനങ്ങളെയും കൂട്ടി പ്രതിപക്ഷത്തെയും കൂട്ടി അങ്ങ് പോകാമെന്ന് കരുതിയാൽ നിങ്ങളോട് ഓരോ ഘട്ടത്തിലും ഞങ്ങൾ നിങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് ഈ പോകുന്നത് നാശത്തിലേക്കാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേരെ പോകാൻ കഴിയില്ല, ഇത് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് അംഗീകരിക്കുന്നു. പക്ഷെ അത് സംസ്ഥാനത്തിന്റെ ഭരണപരാജയത്തിൽ സാമ്പത്തിക പ്രശ്നത്തിന്റെ ഒരു ഘടകം മാത്രമാണ് എന്നാണ് പറയുന്നത്. എന്നാലും ആ ഘടകം ഒരു പ്രതിപക്ഷം അങ്ങനെ ഒരു ചില കാര്യങ്ങളിൽ യോജിക്കുന്നു. എന്നിരുന്നാലും ആ ഘടകം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിനെ തന്നെ തടസ്സപ്പെടുത്താൻ പര്യാപ്തമായ രീതിയിലാണെന്ന് പ്രതിപക്ഷം മനസ്സിലാക്കുന്നുണ്ടോ? അതോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും സാമ്പത്തിക ഭരണപരാജയവും ഒക്കെയാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് എന്നാണോ? നോക്കൂ, ഇവിടെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ള ഏറ്റവും അവസാനമായിട്ട് നമുക്കറിയാം, ഡിവിസിബിൾ പൂളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട വരുമാനം അത് 2010 താങ്കളെ നേരിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ നേരിട്ട് ടെക്നിക്കൽ വിഷയത്തിൽ തന്നെ കിടക്കാം. 2014 ധനകാര്യ കമ്മീഷന്റെ കാലത്ത് വരെ അതിൽ കൃത്യമായും 1971 ജനന നിരക്ക് ആയിരുന്നു പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 15-ാം ധനകാര്യ കമ്മീഷന്റെ കാലത്തേക്ക് എത്തിയപ്പോഴേക്കും അത് 2011 സെൻസസ് അനുസരിച്ചുള്ള ജനന നിരക്ക് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ജനന നിരക്കിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, നിയന്ത്രണം വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ സംസ്ഥാന സർക്കാരിന് ഗുണകരമാകുന്ന ആ യാർഡ് സ്റ്റിക്ക് കേരളം അച്ചീവ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം കേരളത്തിന് ലഭിക്കേണ്ടവ ഡിവിസിബിൾ പൂളിൽ നിന്ന് അത് നഷ്ടമുണ്ടാകുകയും 15 പോയിന്റ് കേരളത്തിന് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതേസമയം തന്നെ നമുക്ക് മറ്റൊരു ഭാഗത്ത് 12% ഇതേ പോയിന്റ് തന്നെ നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് ഈ കൺട്രോൾ ചെയ്തതിൻ്റെ പേരിൽ. അത് മറ്റൊരു പാരാമീറ്ററിന് വേണ്ടിയാണെന്ന് മാത്രം. ഏതായാലും അത്തരത്തിൽ 15 പോയിന്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള യാർഡ് സ്റ്റിക്കുകൾ സ്ഥാപിക്കുന്നതിനോട്, ആ യാർഡ് സ്റ്റിക്കുകൾ കണക്കാക്കിക്കൊണ്ട് തന്നെ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള ഫണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടാണ്. അത് ഞങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം, ഞാനതാ ചോദിച്ചത്, ഇവിടെ പ്രശ്നം ഈ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട്
അത് വളരെ പ്രകടമല്ലേ? ഏറ്റവും അവസാനം ധൂർത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നല്ലോ കേരളീയവും അതുപോലെ തന്നെ നവകേരള സദസ്സും. അതൊക്കെ നടത്തരുതെന്ന് പറഞ്ഞിട്ട് കേരളീയം നടത്തിയതിന്റെ പേരിൽ ഇവിടെ നമ്മൾ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഏതൊരു ക്ലബിന്റെ പേരിൽ ഒരു വാർഷികത്തിന് ഓണാഘോഷം നടത്തിയാൽ പോലും അവിടെ ഏറ്റവും നല്ല പിരിവുകാരന് അവാർഡ് കൊടുക്കുന്ന പതിവില്ല. ഇവിടെ പക്ഷേ സംസ്ഥാന സർക്കാർ നടത്തിയ പരിപാടിക്ക്, കേരളീയം പോലെയുള്ളൊരു പരിപാടിക്ക് ഏറ്റവും കൂടുതൽ തുക കണ്ടെത്തിയ, ഏറ്റവും കൂടുതൽ പിരിവ് നടത്തിയ ഉദ്യോഗസ്ഥന് അവാർഡ് കൊടുക്കുന്നു. അതും മുഖ്യമന്ത്രി അവാർഡ് കൊടുക്കുന്നു. ആർക്കാ? GST ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സംസ്ഥാന മേധാവിക്ക്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്, GSTയുടെ തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് അത്തരത്തിൽ അവാർഡ് കൊടുക്കുന്നെങ്കിൽ, അദ്ദേഹം അത്രയും സമ്പാദിച്ചു കൊടുത്തെങ്കിൽ, സർക്കാരിന് നിയമവിരുദ്ധമായി സമ്പാദിച്ചു കൊടുത്തെങ്കിൽ, കേരളീയം പോലെ ഒരു പദ്ധതിക്ക് സമ്പാദിച്ചു കൊടുത്തെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറീസ് ആരാണ്? അത് സംസ്ഥാന സർക്കാരിലേക്ക് കിട്ടേണ്ട, അല്ല അങ്ങനെ പറഞ്ഞു പോലെ, അത് സംസ്ഥാന സർക്കാരിലേക്ക് കിട്ടേണ്ട നികുതിയിൽ സമയബന്ധിതമായി അടയ്ക്കേണ്ടതില്ല എന്ന ഉറപ്പിന്മേലല്ലേ അവരങ്ങനെ പിരിക്കാൻ കഴിയുന്നത്? അല്ലാതെ ഓടിച്ചെന്നാൽ എല്ലാവരും പൈസ കൊടുക്കില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ഫേവർ ചെയ്താലും മാത്രമല്ല ഈ സ്ഥാപനങ്ങൾ കൊടുക്കുകയുള്ളൂ. അങ്ങനെ സംസ്ഥാന സർക്കാരിലേക്ക് ലഭിക്കേണ്ട നികുതികൾ ഉൾപ്പെടെ വസൂലാക്കുന്ന കാര്യത്തിൽ പുറകോട്ട് പോവുകയും കേരളീയം പോലെയുള്ള ധാരാളിത്തത്തിനും നവകേരള സദസ്സ് പോലെയുള്ള ധാരാളിത്തത്തിനും കോടികൾ പിരിക്കുകയും ചെയ്തുകൊണ്ട് ഇവർ രാഷ്ട്രീയ അജണ്ടയുമായി പോയിരിക്കുന്നു. ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞല്ലോ, ഏകദേശം 8 വർഷത്തോട് അടുക്കുന്നു. ഈ ഘട്ടത്തിലാണോ നിങ്ങൾക്ക് സാമ്പത്തിക നിലയെ സംബന്ധിച്ചും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള സാമ്പത്തിക മേഖലയിലുള്ള കടന്നുകയറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയത്? തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ എത്തി നിൽക്കുമ്പോൾ മാത്രം പ്രതിപക്ഷത്തെ വിളിച്ചിട്ട് വാ നമുക്ക് അങ്ങ് പൊക്കളയാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരുടെ വിളിപ്പുറത്ത് പോകാൻ നിൽക്കുന്നവരല്ലെങ്കിൽ, ഞങ്ങൾ 7.5 വർഷവും ഈ പറയുന്ന 8 വർഷത്തോളമായിട്ടും ഞങ്ങൾ ഓരോ ഘട്ടത്തിലും ഇതിനെ സംബന്ധിച്ച് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ധനകാര്യ മേഖലയിലുള്ള പിടിപ്പുകേടിനെ സംബന്ധിച്ച് അവരെടുക്കുന്ന ഓരോ നടപടികളിലും കേരളം അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചൊക്കെ സമയബന്ധിതമായി ഞങ്ങൾ ഈ ധനകാര്യമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങളുടെ വാക്കിന് പുല്ലുവിലയായിരുന്നു. എന്നിട്ടിപ്പോ ജനങ്ങളെ സംബന്ധിച്ച് അവരും ബോധവാന്മാരായിരുന്നില്ല. കാരണം എന്താ? അവരെ സംബന്ധിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നു. ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള പല ആനുകൂല്യങ്ങളും കിട്ടിയിരുന്നു. ആ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയത് ഇത്തരത്തിൽ കടമെടുത്തതിന്റെ പേരിലാണെന്നും അതിന് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ കടമെടുപ്പിന്റെ പരിധിയിലേക്ക് അതും വന്നിരിക്കുന്നു എന്നും കിഫ്ബി ഉൾപ്പെടെ ആ കടമെടുപ്പിന്റെ പരിധിയിലേക്ക് വന്നിരിക്കുന്നു എന്നും നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ എടുത്ത കടം തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല, പുതുതായി കടമെടുക്കാൻ കഴിയുന്നില്ല, ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസിന്റെ പർപ്പസ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, കിഫ്ബിയിലെ പലതും നിർത്തേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു.